പ്രൊമോഷനാ? എന്റെ സിദ്ധു, കൺഗ്രാറ്റുലേഷൻസ്. ആ പിന്നെ സന്തോഷായില്ലേന്നാ? ഭയങ്കര സന്തോഷായി. ആ കേശു അവന് സന്തോഷമാണ്. ആ ഇവിടെ അമ്മൂമ്മ എടുത്തും പറയാം. ആ ചെലവ് ചെയ്യണം കേട്ടാ, പ്രൊമോഷൻ ഒക്കെ കിട്ടിയില്ലേ. എന്നാ വരുന്നേ? ആണോ? ആ ശരി. ആ ഓക്കെ, ഞാൻ കുഴിപ്പുറത്തെ വീട്ടിലൊക്കെ പറഞ്ഞേക്കാം. ശരി, ഫ്രീ ആകുമ്പോ വിളിക്കണേ. ഓക്കെ. എന്താ സിദ്ധുവിന് പ്രൊമോഷൻ കിട്ടിയെന്ന്? ആ എടാ, സിദ്ധുവിന് പ്രൊമോഷൻ കിട്ടിയെന്ന്. എല്ലാം എന്റെ മോടെ ഐശ്വര്യം. കുറച്ചു മുന്നേ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞേ. ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞത്, നീ കേട്ടന്റെ കുഴപ്പ. എനിക്കുണ്ടല്ലോ സന്തോഷം കൊണ്ട്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ഒരു കാര്യം ചെയ്, ഇവിടെ ചുറ്റും 3 റൗണ്ട് ഓട്. നല്ല കോമഡി, പക്ഷെ ഏറ്റില്ല കേട്ടാ. ഞാനേ ഞാൻ കുഴിപ്പുറത്ത് അമ്മേനൊന്ന് വിളിച്ചു പറയട്ടെ. എടാ നിനക്ക് സന്തോഷമായില്ലേ? നിന്റെ ആളിന് പ്രൊമോഷൻ കിട്ടിയെന്ന്. ഞാൻ ഇത് കുഴിപ്പുറത്തൊന്ന് വിളിച്ചിട്ട് ഓടി വരാം. എന്റെ മോടെ ഒരു സന്തോഷം കണ്ടില്ലയോ? ഇവിടെ ഒരുത്തൈ ചങ്ക് പൊട്ടിയിരിക്കണ്, അത് കാണാൻ ഇവിടെ ആർക്കും വയ്യ. അവസരവാദികൾ. എന്റെ ലച്ചു, നിനക്ക് വേറെ ഒരു പാത്രം കിട്ടില്ലയോ പായസം വെക്കാൻ? അത് ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. ഇവിടുത്തെ കുഞ്ഞുരുളിലേക്ക് ഒളിപ്പിച്ചു വെച്ചേക്കുവാണോ? ഒന്നും കാണുന്നില്ലല്ലോ. അത് നീ നോക്കണമായിരുന്നു. ഞാൻ മൊത്തം നോക്കി. ഇല്ലെങ്കിൽ പിന്നെ എന്നോട് ചോദിക്കാൻ എന്താ? ആ അമ്മൂമ്മനെ ഞാൻ തപ്പിയിട്ട് കണ്ടില്ല. അതെ, പായസത്തിൽ മാത്രം ഒതുക്കാമെന്ന് വിചാരിക്കല്ലേ മോളെ. അമ്മൂമ്മക്ക് വേറെന്താ വേണ്ടേ? പറഞ്ഞാ വാങ്ങിച്ചു തരുമോ? പിന്നില്ലേ. അപ്പൊ എന്നാ എനിക്കൊരു കുഴിമന്തി വേണം. കുഴിമന്തിയാ? അതിന് അമ്മൂമ്മ ഇറച്ചി കഴിക്കില്ലല്ലോ. കുഴിമന്തി ഇറച്ചിയാണോ? പിന്നെ അല്ലാണ്ട് ചിക്കനും ബീഫും വെച്ചാണ് കുഴിമന്തിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ കൊറേ നാള് കൊണ്ട് ആഗ്രഹിച്ചതൊക്കെ പോയി. ഞാൻ കുഴിമന്തി ആഗ്രഹിച്ചത്. അമ്മൂമ്മ ഇത് ഏത് കാലഘട്ടത്തിലാണ് അമ്മൂമ്മ ജീവിക്കണേ? ഇന്നലെ ജനിച്ചു വീണ പൊടി പിള്ളേർക്ക് വരെ അറിയാം ഈ കുഴിമന്തി നോൺ വെജ് ആണെന്ന്. അത് ഇന്നലെ അല്ലല്ലോ ഞാൻ ജനിച്ചേ, കൊറേ കാലത്തിന് മുമ്പല്ലേ ജനിച്ചേ. അമ്മൂമ്മ അടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അമ്മൂമ്മക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ മേടിച്ചത്. എന്നാ പിന്നെ എനിക്കൊരു ഷവർമ്മ മേടിച്ചു തന്നാ മതി. ഷവർമ്മയാ? എന്ത് ഷവർമ്മയാ വേണ്ടേ? ചിക്കൻ വേണോ ബീഫ് വേണോ? അതും ഇറച്ചിയാണോ? പിന്നെ അല്ലാണ്ട്. അമ്മൂമ്മ എന്തായാലും അമ്മൂമ്മ ഇത്ര ആഗ്രഹിച്ച സ്ഥിതിക്ക് കുഴിമന്തി മേടിച്ചു തരാം. ആ ചിക്കൻ അങ്ങ് മാറ്റി വെച്ചിട്ട് റൈസും കഴിച്ചാ പോരെ? വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ കുഴിമന്തി ഒന്നും വേണ്ട. വേണ്ടേ? ഇടിയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നതേ ഈ കുഴിമന്തി മണ്ണിനകത്ത് കുഴിച്ചിട്ടുണ്ടാക്കുന്നതാന്നാ വിചാരിച്ചിരുന്നത്. അതെ, കുഴിച്ചിട്ട് തന്നെ ഉണ്ടാക്കുന്നേ. പക്ഷെ സാധനം നോൺ വെജ് ആന്നേ ഉള്ളൂ. ആണോ? തൽക്കാലം അമ്മൂമ്മക്ക് ഇവിടുത്തെ അടുത്ത വല്ല ചായക്കട വല്ല മസാല ദോശയോ അല്ലെങ്കിൽ വല്ല സദ്യയോ മേടിച്ചത്. എന്നാ പിന്നെ ഇനി അങ്ങനെ ആട്ടെ. എന്നാ വാസന, പായസം വെക്കറിയാ? ആന്റി അറിഞ്ഞാ സിദ്ധുവിന് പ്രൊമോഷൻ കിട്ടി? சித்துக்கு ப்ரமோஷனா? அட்டேங்கப்பா, அப்படினா பாயசம் மட்டும் போதாது. ஆண்டிக்கு என்ன வேண்டே പറഞ്ഞു സെറ്റ് ചെയ്തു തരാം. கண்டிப்பா. எனக்கு ஏய் கேசு, உனக்கு தெரிஞ்சதாடா சித்துக்கு ப்ரமோஷன் கிடைச்சது? കരിഞ്ചി. എടാ നിന്റെ ഫേവറേറ്റ് പായസമാണ്. ലച്ചു, എനിക്കൊരു പിസ്സ വാങ്ങി തരയാ? പിന്നെന്താ, ആന്റിക്ക് ഞാൻ എന്ത് വേണമെങ്കിലും മേടിച്ചു തരില്ലേ. അമ്മേ സിദ്ധു പറയാണേ അടുത്ത മാസം എന്നെയും കല്ലുവിനെയും ദുബൈക്ക് കൊണ്ടുപോവാന്ന്. ആണോ? ഇതെല്ലാം എന്റെ മോടെ ഐശ്വര്യ ആണല്ലോ. ഐശ്വര്യ ആണല്ലോ. അതെ. നാളെ പിന്നെ മാറ്റി പറയരുത്. അങ്ങനൊന്നും. എനിക്ക് ദുബായി പോയിട്ട് വേണം ബുർജ് ഖലീഫയിൽ ഒന്ന് പോവാൻ. അമ്മൂമ്മയുടെ മരുമോളുണ്ടല്ലോ ഗൗരി അമ്മയുടെ തള്ളു അഹങ്കാരമൊക്കെ കുറച്ചൊന്ന് നിർത്തിക്കണം. കേശേ എടാ എന്നെ മധുരം ഒന്ന് നോക്കിയാടാ. വന്നത്താനങ്ങ് നോക്കിക്കൊണ്ടാ മതി, അതിലും നോക്കാൻ വിളിച്ചു. ഇവനെന്താ പ്രശ്നം? ഇവരിഷ്ടമുള്ള പായസമല്ലേ ഉണ്ടാക്കുന്നത്? എനിക്കറിഞ്ഞൂടാ. കുഴപ്പമില്ല. ആന്റി ഒന്ന് മധുരം നോക്കും. ഞാൻ പാക്കറേ. ഓ എടാ മനസ്സിലായി. ഞാന് നിങ്ങളുടെയൊക്കെ ഈ രാഷ്ട്രീയത്തിനകത്ത് വന്ന് ഇടപെടാത്തോണ്ട് നൈസിലെന്നെ തേച്ചല്ലേ എല്ലാവരുടെ. ഓ നന്നായിരിക്കണ്. ഏയ് കഴിവുള്ളവരെ ചേർത്ത് നിർത്തണം. അതാണ് ഒരു വിദ്യാർത്ഥി സംഘടന ചെയ്യേണ്ടത് കേട്ടാ. അല്ലാതെ ഇങ്ങനെ കാലേ വാരിയല്ല.
നീ ഇനി എന്തൊക്കെ ന്യായീകരിക്കാൻ നോക്കിയാലും നടന്നല്ല വെച്ചിട്ട് പോയേ. അനിയാ അനിയാ എന്താടാ ഒന്നും വിളിച്ച വിളി കേട്ടൂടെ? പായസം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.